മോളെ, മമ്മി. ശബ്ദിച്ചു പോകരുത്. നിന്റെ ഭർത്താവോടെ? എനിക്കറിയില്ല. അറിയില്ലേ? ആസ്വദിക്കുക, നശിപ്പിക്കുക, ഇതാണ് നമ്മുടെ പോളിസി. പ്രതി കൂട്ടരുത്. മര്യാദയ്ക്ക് പെട്ടിയെടുത്തോണ്ട് വരും. ഏത് പെട്ടി? നിങ്ങളൊക്കെ ആരാണ്? അത് നീ അറിയണ്ട. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ പെട്ടിയെടുത്തോണ്ട് വരുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്താ വേണ്ടതെന്ന്? Poor girl. അയ്യോ, വിടൂ, വിടൂ. എന്താ ഇത്? വെൽക്കം, വെൽക്കം മിസ്റ്റർ എസ്.ബി. നായർ. Shut up! ഇതെന്റെ വീടാണ്. Who are you? Please sit down. ബോസ് തന്ന പെട്ടി എവിടെ? ബോസ് അങ്ങനെ പലതും തന്നിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലുള്ള ചെറ്റൽക്കിടാനുള്ളതല്ല. പാവം, ബോസിന്റെ അനുഭവം അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ജീവനിൽ കൊതിയില്ലേ? ഇല്ല. മിസ്റ്റർ എസ്.ബി. നായർ, നിങ്ങളെ കൊന്നാലും നിങ്ങൾ പറയില്ലേ? ഇല്ല. എന്നെ കൊന്നാലും പറയില്ല. പറയില്ല അല്ലേ? ആ പെട്ടി എവിടെ? പറയൂ, പറയണ, പറയാൻ. വിടരുതോ? ആ പെട്ടി എവിടെ? നിനക്കറിയില്ലല്ലേ? പറയടി, പെട്ടി എവിടെ? നിനക്കറിയില്ലല്ലേ? പറയാ, നിനക്കറിയില്ലല്ലേ?
നിന്റെ ഡാഡിയെയും മമ്മിയെയും കൊന്നവരോട് നീ പ്രതികാരം ചെയ്യണം മോളെ. അതിനുവേണ്ടി മാത്രമാണ് നിധി കാക്കുന്നത് പോലെ നിന്നെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത്. അത് നേരിൽ കാണണമെന്ന് അങ്കിൾ മോഹിച്ചിരുന്നു. പക്ഷേ അതിനുള്ള സമയം കഴിഞ്ഞുപോയി മോളെ. അങ്കിൾ, മദ്രാസിൽ ഫെർണാണ്ടസ് ഫ്ലൈഓവറിന് താഴെ ഒരു വലിയ ഗൂഢസംഘത്തിൽപ്പെട്ട മുസ്തഫ എന്ന് പറഞ്ഞൊരു കൊള്ളക്കാരനുണ്ട്. പക്ഷെ അവൻ വലിയ അപകടകാരിയല്ല. മുസ്തഫയിലൂടെ മാത്രമേ നിന്റെ ഡാഡിയെയും മമ്മിയെയും കൊന്ന മനോഹറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ കഴിയൂ. ബട്ട് മനോഹർ ഈസ് നൊട്ടോറിയസ്. സോ ബിവെയർ ഓഫ് ഹിം. ഓരോ ചുവടുകളും അപകടം നിറഞ്ഞതായിരിക്കും. അവരെ 3 പേരെയും ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊടുക്കാൻ ഗവൺമെന്റ് ഉത്തരവിട്ടിട്ടുണ്ട്. എനിക്കവരെ കാട്ടിക്കൊടുക്കാൻ കഴിഞ്ഞില്ല മോളെ. പക്ഷേ നിന്റെ ഡാഡി എന്നെ ഏൽപ്പിച്ച രത്നങ്ങൾ ഞാൻ പോലീസിൽ എത്തിച്ചിട്ടുണ്ട്. അങ്കിൾ, കൂടുതൽ സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അതെ മോളെ, അങ്കിളിന് വിശ്രമിക്കാനുള്ള സമയമായി. എന്തിനാ അങ്കിൾ ഇങ്ങനെ പറയുന്നത്? അങ്കിൾ സമാധാനമായി കിടന്നുറങ്ങും. അങ്കിൾ, എന്റെ ഡാഡിയെയും മമ്മിയെയും കൊന്നവരുടെ ചോര കൊണ്ട് ഈ ചിത്രം ഞാൻ അഭിഷേകം ചെയ്യും. ഇത് സത്യം, സത്യം. എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ പുറപ്പെടട്ടെ. ഞാൻ വരുന്നവരെ നോക്കിക്കൊള്ളണം യെസ് മാഡം. കേട്ടോ? ഓ